നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. നീ ഇവിടെ നിൽക്കാൻ, ഞാനിപ്പോ വരാം. അയ്യോ, രാത്രി അമ്മയും ദർശനം ഉറങ്ങുന്നവരെ ഞാനിങ്ങനെ നിൽക്കേണ്ടി വരുമോ? പേടിക്കണ്ട, ഒരു വഴി ഉണ്ടാക്കാം. ഇങ്ങനെ വെയിറ്റ്. വല്ലഭന് പുല്ലും ആയുധമാണെന്ന് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടൊക്കെ ഉണ്ട്. അതിനിവിടെ എവിടെയാ പുല്ല്? ഓ, നിന്നോട് പറഞ്ഞ എന്നെ വേണം തല്ലാൻ. ഇത് വെച്ച് പ്രശ്നം സോൾവ് ചെയ്യാന്നാണ് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. മനസ്സിലായോ? ഇല്ല. മനസ്സിലാക്കി തരാം. ഞാൻ ഈ ബെഡ്ഷീറ്റ് എടുത്ത് ഇങ്ങനെ നിവർത്തി പിടിച്ച് നടക്കും. ഞാൻ നടക്കുന്നതിനനുസരിച്ച് നീ ഇതിന്റെ പുറകിലൂടെ നടന്നോണം. അത് വേണ്ട പ്രിയൻ ചേട്ടാ, അമ്മയ്ക്ക് മനസ്സിലാവും. എന്നെ വഴക്ക് പറഞ്ഞാലും തല്ലിക്കൊന്നാലും എനിക്കൊന്നുമില്ല. പക്ഷെ എന്നെ സഹായിക്കാൻ നോക്കിയ പ്രിയൻ ചേട്ടൻ കുഴപ്പത്തിലാവും. അതാ എന്റെ വിഷമം. ഇപ്പൊ അതൊന്നും ആലോചിക്കാനുള്ള സമയമല്ല. ഞാൻ നടക്കുന്നതിനനുസരിച്ച് നടന്നോണം. എടാ, ഞാൻ ഈ ഷീറ്റ് വെയിലത്ത് ഉണക്കാനിട്ടതല്ലേ, നീ എന്തിനാ എടുത്തോണ്ട് വന്ന്? അത് അമ്മേ, ഞങ്ങളുടെ ക്ലബിന്റെ വാർഷികത്തിന് ഒരു നാടകം കളിക്കുന്നുണ്ട്. കഥകളിയുടെ പശ്ചാത്തലത്തിലുള്ള ഒരു നാടകം. ഞാനും അഭിനയിക്കുന്നുണ്ട്. അതിന് ഈ ബെഡ്ഷീറ്റ് എന്തിനാ? കർട്ടൻ കെട്ടാനോ? അയ്യോ അല്ല അമ്മ, ഈ കഥകളി കണ്ടിട്ടില്ലേ? ഇതുപോലത്തെ കർട്ടന്റെ പുറകിൽ നിന്നല്ലേ കഥകളി തുടങ്ങുന്നത്. അതിന്റെ കർട്ടൻ പിടിക്കുന്ന ഞാനാ. അതിന്റെ റിഹേഴ്സൽ നോക്കുക. ഹോയ് ഹോയ് ആഹോയ് ഹോയ് ആഹോയ് ഹോയ് ആഹോയ് ഹോയ് 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 ആഹോയ് ഹോയ് ആഹോയ് ഹോയ് ആ വയ്ക്കോ ആ വയ്ക്കോ ആ വയ്ക്കോ. കഥകളി എന്തൊക്കെ നാടകം കളിക്കണം. അമ്മേ, കഴിക്കാൻ എടുത്തു വയ്ക്ക. അവൻ വന്നില്ലേടേ? അവൻ വേണമെങ്കിൽ അവൻ വരും. അമ്മ എനിക്കിതാ. വേണമെങ്കിലെന്നോ? വിശന്നിട്ട് വയ്യ, ആദ്യം എനിക്കിതാ. ഇവക്ക് പിന്നെ കൊടുത്താ മതി. പറ്റില്ല, ലേഡീസ് ഫസ്റ്റ് എന്നല്ല പ്രമാണം. അതുകൊണ്ട് തന്നെയാ ആദ്യം എനിക്ക് തരാൻ പറഞ്ഞത്. അതിന് നീ എന്താ ലേഡിയാണോ? അപ്പൊ ഞാനൊരു ഫ്ലോയിൽ അങ്ങ് പറഞ്ഞു പോയതാ. നീ ഇനി ആദ്യം പിടിച്ച് കയറണ്ട. എടാ, ഞാൻ വിളമ്പി തരാം. വേണ്ട, അമ്മയെ ബുദ്ധിമുട്ടിക്കുന്ന എനിക്ക് ഇഷ്ടമല്ല. നീ എവിടെ പോവാ? ഞാൻ റൂമിലിരുന്ന് കഴിച്ചോളാം. എന്തിന്? നീ എന്നെ ഇവിടെ ഇരുന്നല്ലേ കഴിക്കാറ്? ഞാനിപ്പോ ഇന്റർവ്യൂവിന് പ്രിപ്പയർ ചെയ്യാമേ. റൂമിലാവുമ്പോ അത് നടക്കും, കഴിപ്പും നടക്കും. ഇവിടെ ആവുമ്പോ ഒന്നും ആലോചിച്ച് ചെയ്യാൻ ഈ ആസത്ത് സമ്മതിക്കില്ലല്ലോ. പറന്ന് പറഞ്ഞ് ശല്യം ചെയ്യില്ലേ? അവിടെ വന്ന് ഡിസ്റ്റർബ് ചെയ്താലുണ്ടല്ലോ.
ഞാനേ കുളിച്ച് റെഡിയായിട്ട് വരാം. പിന്നെ എന്റെ അനിയത്തി അറിയാലോ, വഴക്കാളി എന്ന ഞാൻ അവൾക്ക് ഇട്ടിരിക്കുന്ന പേര്. വഴക്കാളി എന്നല്ല, പ്രശ്നക്കാരി എന്നാ അവളെ വിളിക്കേണ്ടത്. പ്രശ്നം ഉണ്ടാക്കാൻ എന്തെങ്കിലും കിട്ടുമെന്ന് നോക്കല അവളുടെ പ്രധാന ജോലി. ഞാൻ ഫുഡ് എടുത്തോണ്ട് ഇങ്ങോട്ട് വന്നതുകൊണ്ട് അവൾ ഇവിടെ വന്ന് നോക്കാൻ സാധ്യതയുണ്ട്. അയ്യോ പ്രിയൻചേട്ടാ, പേടിക്കണ്ട. അവള് ഡോറിൽ വന്ന് തെറ്റിയാ തുറക്കാതിരുന്നാ മതി. ഞാൻ കുളി കഴിഞ്ഞ് വന്നിട്ട് മാനേജ് ചെയ്തോളാം.